ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. എനർജി നിങ്ങളുടെ ഈ വീക്കെൻഡിൽ നിങ്ങളുടെ എനർജി എന്താണ്? വീക്കെൻഡിൽ എന്ന് പറയുന്നേ ഉള്ളൂ, പക്ഷെ എപ്പോഴും നിങ്ങൾക്കിതിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുള്ള മെസ്സേജ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, കേട്ട് നോക്കുക. എപ്പോഴായാലും ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സഹായമായ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് യൂണിവേഴ്സിന് കിട്ടട്ടെ. നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി എന്തായിരിക്കും? നിങ്ങളോട് എന്താ യൂണിവേഴ്സിൻ്റെ അഡ്വൈസും ഗൈഡൻസും എന്താണ്? ഓക്കെ, മജീഷ്യൻ, കിങ് ഓഫ് എർത്ത്, 5 of earth, page of air, 4 of earth. 4 of water, ace of fire, 8 of earth, 2 of earth, ഓക്കെ. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്ന മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പവറും നിങ്ങളുടെ കയ്യിലാണ് എന്നാണ് ആദ്യത്തെ കാര്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. 5 of earth എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് പുറത്താക്കിയ ഫീലിംഗ് എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. 4 of waterഉം ഇമോഷണലായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. നിങ്ങളുടെ കയ്യിലില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഓർക്കുന്നതെന്ന് പറയാം. ആൻഡ് ഇവിടെ അഗെയിൻ ഇത് ലാക്ക് ഓഫ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ ഇല്ല എന്നുള്ള ചിന്ത. ഓക്കെ, നിങ്ങൾ പുറത്താക്കപ്പെട്ടു, നിങ്ങൾ ഒരു 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 വിഷമം എപ്പോഴും നിങ്ങൾക്ക്. ഓക്കെ, എന്തൊക്കെയോ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ്. ചിലപ്പോൾ പണമായിട്ടായിരിക്കാം, പണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ചില ടെൻഷൻ, എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്സിലാണെങ്കിലും ചില സ്ഥലത്ത് നമുക്ക് എന്താ പറയുക, അവിടെ നമുക്ക് ആ വാല്യൂ കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മളെ ആവശ്യമില്ല എന്നൊക്കെ തോന്നി പുറത്താക്കപ്പെട്ടു എന്നൊക്കെ തോന്നില്ലേ, ആ രീതിക്കുള്ള ഫീലിങ്സ്. അല്ലെങ്കിൽ 4 of water നമ്മൾ എവിടെയോ നിങ്ങൾ ഇമോഷണലായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആവുന്നുണ്ട്, അതും നിങ്ങളുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട്. കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ എന്താ വേണ്ടത് എന്നുള്ളത്. ഓക്കെ, എനിവേ അത് പറയാം. ഇവിടെ എനിക്ക് കാണുന്നത്, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്താണ് ഇല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഓർക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് നിങ്ങൾക്ക് വേണോ അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലാണ് പവർ ഉള്ളത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് സൃഷ്ടിച്ചെടുക്കാൻ, ഓക്കെ, അത് എന്തും നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് പണം വേണോ, കരിയറിൽ ഗ്രോത്ത് വേണോ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് വേണോ, എന്തും ചെയ്യാൻ നിങ്ങളുടെ കയ്യിലാണുള്ളത്. അതിന് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് കുറച്ച് നമ്മൾ കറേജ് വേണം, അല്ലേ, ഒരു ധൈര്യം വേണം, നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ എടുക്കാൻ. ഓക്കെ, ആക്ഷൻ എടുക്കാൻ നമ്മൾക്ക് സാധിക്കണം, അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ഏസ് ഓഫ് ഫയറും ഉണ്ട്. പേജ് ഓഫ് ഫയർ കഴിഞ്ഞാൽ ഏസ് ഓഫ് ഫയർ ആണ്. പേജ് ഓഫ് ഫയർ നിങ്ങൾ നിൽക്കുന്നത് ഈ ലെവലിലായിരിക്കാം. പേജ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പേടി, ആ പേടിയിൽ നിങ്ങൾ മെല്ലെ ആയിരിക്കാം, മീൻസ് ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കോൺഫിഡൻസ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ആ നോളജ് ഉണ്ട് വേണ്ടത്. ഏസ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയും. അതായത് നിങ്ങൾക്ക് എന്തും ചെയ്യാം, മെത്തേഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അറിവ് ഗെയിൻ ചെയ്യാൻ നമുക്ക് ഈസിയാണ്. ഓക്കെ, അറിവ് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടും? അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് ഈ ഇൻ്റർനെറ്റൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഐഡിയാസാണ് കിട്ടുക. കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു വേർഡ് ടൈപ്പ് ചെയ്താൽ മതി, അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങളുടെ മുമ്പിൽ വരും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അതിനെടുത്ത് യൂസ് ചെയ്യാനാണ് നമുക്ക് പറ്റാത്തത്, ആക്ഷനാണ് നമുക്ക് പറ്റാത്തത്. ആ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്. നിങ്ങളൊരു പുതിയ ബിഗിനിങ്, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുൻപിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അതിനെടുത്ത് നമ്മൾ ഇങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഉപയോഗിക്കണം, എന്ത് ചെയ്യണം എന്ന് അതിന് ആക്ഷൻ എടുക്കാൻ ആ കഴിവാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നോളജ് ഉണ്ട്, പവർ ഉണ്ട്, എന്താ പറയുക, ഇമോഷൻസ് നമ്മൾ ആവശ്യത്തിന് ഇമോഷണൽ ആവണം. ഓക്കെ, ഇമോഷണലും ആവണം, പക്ഷെ പ്രാക്ടിക്കലും ആവണം. ഓവർ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റില്ല. ഓരോന്നും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് പവർ ഉള്ളത് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. ഹാർഡ് വർക്ക് ചെയ്യാം.
പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഫോക്കസാണ്. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനു വേണ്ടി കുറച്ച് പഠിക്കാം, ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യാം. അതിൻ്റെയൊക്കെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. നിങ്ങളുടെ മൈൻഡ് പക്ഷേ ഇവിടെ കൺഫ്യൂസ്ഡ് ആണ് കാണുന്നത്. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക, ഓക്കെ. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുക. അവന് ഈ നമ്മൾ പറയുന്ന പോലെ ഇമോഷണൽ സൈഡും പ്രാക്ടിക്കൽ സൈഡും നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക, ഓക്കെ. തീരുമാനം എടുക്കാതെ ഇങ്ങനെ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല എന്ന് നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം, ഓക്കെ. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഫോക്കസ് നിങ്ങൾ കൊണ്ടുവരണം. ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനിത് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിലിപ്പോൾ സപ്പോസ് നഷ്ടം വന്നാലും എന്തെങ്കിലും എനിക്ക് പോയാലും കുഴപ്പമില്ല, ഞാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യട്ടെ, അതിന് വേണ്ട മാക്സിമം എഫേർട്ട് ഞാൻ ഇടട്ടെ, അതിനെക്കുറിച്ച് ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിയും, ഓക്കെ. ഞാൻ ഡിപ്രഷനിൽ ഇരിക്കുകയാണ്, വിഷമത്തിലിരിക്കുകയാണ്, എനിക്ക് താല്പര്യമില്ല ചെയ്യാനേ എന്ന് പറഞ്ഞിരുന്നാൽ എന്താവും, റിസൾട്ട് എന്തായിരിക്കും, ഓക്കെ. അതാണ് പറയുന്നത്. ഇവിടെ കിങ് ഓഫ് എയർ ഉണ്ട്. സോ നിങ്ങളോട് പറയുന്ന മെച്യൂർഡ് ആവുക കുറച്ചുകൂടി, ഓക്കെ. കുറച്ചുകൂടി ലൈഫിൽ മെച്യൂരിറ്റി കൊണ്ടുവരിക, കാര്യങ്ങളെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാണാൻ തുടങ്ങുക. ഇമോഷണൽ വേണം വേണ്ടാന്നല്ല, പക്ഷെ ഇമോഷണലായിട്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നടക്കില്ല. സോ മാക്സിമം ഐ തിങ്ക് ഇവിടെ ചിലവർക്ക് ലോസസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു വിഷമം ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടൊന്നും പോവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ ആദ്യത്തെ കാർഡിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മജീഷ്യനാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഡയറക്ടർ എന്ന് പറയാം, ഓക്കെ. നമ്മൾ മൂവി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നിങ്ങൾക്ക് വിഷ്വലൈസിങ് ചെയ്യാം. നിങ്ങൾക്ക് ആക്ച്വലി ആലോചിച്ച് നമ്മൾ വിഷ്വലൈസിങ് മെത്തേഡ് എന്നൊക്കെ പറയും. മാനിഫെസ്റ്റേഷൻ്റെ മെത്തേഡ്സ് പല മെത്തേഡ്സ് ഉണ്ട്. അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അട്രാക്ട് ചെയ്തെടുക്കാൻ. അതിന് മുൻപ് ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ അഫർമേഷൻസ് ചെയ്യാം. അവനവൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. ഐ ആം ഇനഫ്, ഐ ക്യാൻ ഡൂ ദിസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവനവനെ ഒന്ന് ആദ്യം മോട്ടിവേറ്റ് ചെയ്യുക. അവനവനെ ഒന്ന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. എന്ത് കിട്ടിയാൽ ആകെ ഡിപ്രഷനിലേക്ക് പോവുക, ഒന്നിലും താല്പര്യമില്ലാതെ പോവുക, അങ്ങനെയൊക്കെ അതിൽ നിന്നൊന്ന് നിങ്ങൾ അവനവനെ ഒന്ന് പുറത്ത് കൊണ്ടുവരിക. സോറി. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ അതുണ്ട്, പക്ഷെ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ പോകുന്നില്ല. ഇല്ലാത്തതിൽ മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ് പോകുന്നത്, ഓക്കെ. തിരിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അവനവനെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ പോരാ, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടാവും. അതിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരാം, അവനവനെ പുറത്ത് കൊണ്ടുവരാം. സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള അഫർമേഷൻസ് നല്ലോണം കേൾക്കും, പറയുകയൊക്കെ ചെയ്യാം, ഓക്കെ. കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ ഒരു റെസ്റ്റ് എടുത്തോളൂ, കുറച്ച്, ഓക്കെ. ഒരല്പം റെസ്റ്റ് എടുത്തോളൂ, വിരോധമില്ല, ഓക്കെ. അത് കഴിഞ്ഞ് പക്ഷെ വീണ്ടും ഒരു തീരുമാനം എടുത്ത് അഗെയിൻ ഇതാണ്ടോ നെഗറ്റീവിലേക്ക് തന്നെ നിങ്ങളുടെ മൈൻഡ് പോകുന്നുണ്ട്. ഡിസപ്പോയിൻമെന്റ്സിലേക്കാണ് നിങ്ങളുടെ മൈൻഡ് പോകുന്നത്. ഇല്ലാത്തത് എന്താണോ അതിലേക്കാണ് 4ഉം 5ഉം ഒക്കെ ഉണ്ട് ഇവിടെ. സോ നിങ്ങളുടെ മൈൻഡ് ഫുൾ എപ്പോഴും നെഗറ്റീവിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മാറ്റിയിട്ട് നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരാം. എനിക്ക് സക്സസ് നേടാൻ സാധിക്കും, അതിന് ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ മതി, ഞാൻ പഠിച്ചാൽ മതി, കുറച്ചുകൂടി എനിക്ക് നോളജ് ഗെയിൻ ചെയ്യണം ഇതൊക്കെ അവനവൻ്റെ ഉള്ളിൽ തോന്നണം. പക്ഷേ ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്യും വേണം, ആക്ഷൻ നിങ്ങൾ തന്നെ എടുക്കുകയും വേണം. മറ്റുള്ളവർക്ക് പറഞ്ഞുതരാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷേ ആക്ഷൻ എടുക്കേണ്ട എപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കും. സോ ഇവിടെ പോസിറ്റീവായിട്ട് കാണുക നിങ്ങൾ, ഓക്കെ. നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങളെ ഒരുപാട് ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു വിഷമത്തിലേക്കോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മൈൻഡിനെ മാറ്റിയെടുക്കാം, ഓക്കെ. നിങ്ങൾക്ക് സാധിക്കും. ആക്ച്വലി കിങ് ഓഫ് എർത്ത് പറയുമ്പോൾ നമുക്ക് അബൻഡൻസ്, ഒരു കരിയറിൽ ഗ്രോത്ത് പറയാം, ജോബ് കിട്ടുന്ന കാര്യമാണ്, നല്ലോണം മണി ഏണിങ് പൊട്ടൻഷ്യലാണ് കാണുന്നത്, മണി അബൻഡൻസിൻ്റെ കാര്യമാണ് കാണുന്നത്. ആൻഡ് 8 ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് അതിന് വേണം, യെസ്, ഓക്കെ. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാതെ എന്തെങ്കിലും കിട്ടുമോ നമുക്ക്? സിമ്പിളായിട്ട് ഏതും കിട്ടില്ല, അല്ലേ? നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസ് ചെയ്യുക, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാം, ഓക്കെ. സോ എനർജി അങ്ങനെയാണ്. ഐ തിങ്ക് എനർജി ഒരു ലേശം ഞാൻ പറഞ്ഞില്ലേ, ഇല്ലാത്തതിനെ കുറിച്ചാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നത്. സോ അതിനൊന്ന് മാറ്റിയിട്ട് ഉള്ളതിലേക്ക്, കയ്യിൽ ബാക്കിയുണ്ട് ചില കാര്യങ്ങൾ, അല്ലേ, ആ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. അതിന് അതിനെ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാം, ഓക്കെ. പറയാൻ എളുപ്പമാണെന്ന് പറയണ്ട, ചെയ്യാനും സാധിക്കും. എനിക്കറിയാം സാധിക്കും എന്ന്. നിങ്ങളുടെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കൂടി തിരിച്ചറിയാം, അതാണ് ഞാൻ പറയുന്നത്, ഓക്കെ. ഓരോരുത്തരിലും, നമ്മളെല്ലാവരിലും ഓരോ കഴിവുണ്ട്, ഓരോ പ്രത്യേകതയുണ്ട്, ഓരോ പോസിറ്റിവിറ്റി ഉണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ തിരിച്ചറിയുക എന്നാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴേക്കും നിങ്ങൾ അവനവനെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയരുത്. എവറിത്തിങ് ഈസ് ഓക്കെ, ഓക്കെ. ട്രാവൽ, ചിലവർക്ക് യാത്ര കാണുന്നുണ്ട്, ഓക്കെ. ബർത്ത്ഡേ, നൈസ്. Emotional healing, spiritual teacher, let go,
ലവ് ലൈഫ്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ പറയുന്നത് എവറിത്തിങ് ഈസ് ഓക്കെ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എല്ലാം ഓക്കെ ആണ്. നിങ്ങൾക്ക് തോന്നുകയാണ് ഒന്നും ശരിയല്ല ശരിയല്ല നിങ്ങൾക്ക് തോന്നുന്നതാണ്. എല്ലാം ഓക്കെ ആണ്, കുഴപ്പമില്ല, എല്ലാം നല്ലതായിട്ട് തന്നെ വരുള്ളൂ. ഓക്കെ, എന്ത് തന്നെ സംഭവിച്ചാലും, നെഗറ്റീവ് സംഭവിച്ചാലും അതെന്തോ പോസിറ്റീവിലേക്ക് നമ്മൾ എത്തിക്കാനുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറ്, കാലം ഇങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കില്ല. ഓക്കെ, ഇപ്പം സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സന്തോഷങ്ങൾ വരും. ഓക്കെ, ഞാൻ ഒരേ വാക്ക പറയുമ്പോൾ ഓക്കെ, ഇപ്പം സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും. സന്തോഷങ്ങളുള്ള അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ദുഃഖം നിങ്ങൾക്ക് വരും. അതങ്ങനെയാണ്, കാലചക്രം അങ്ങനെയാണ്, കാലം അങ്ങനെയാണ്, സൈക്കിൾസ് അങ്ങനെയാണ്. നമ്മുടെ ഇത് പറയില്ലേ, സീസൺസ് മാറി മാറി വരുന്ന പോലെ എപ്പോഴും സങ്കടവും സന്തോഷവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഏതൊരു സാധനവും അതേപോലെ നിലനിൽക്കില്ല. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്, ബാലൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സന്തോഷങ്ങളുള്ളപ്പോൾ ഓവറായിട്ട് സന്തോഷിക്കാതിരിക്കുക. ഓക്കെ, എന്ന് വെച്ച് സന്തോഷിക്കേണ്ട എന്നല്ല കേട്ടോ, കുറച്ചൊക്കെ വേണം, അതൊക്കെ വേണം. പക്ഷെ എന്ന് വെച്ചാൽ അങ്ങനെ അത് കഴിഞ്ഞാൽ സങ്കടം വരുമ്പോഴേക്കും പിന്നെ അത് വല്ലാതെ ഡിപ്രഷനിലേക്ക് നമ്മൾ പോകാൻ നിൽക്കരുത്. സങ്കടം വരുമ്പോൾ ഓവറായിട്ട് സങ്കടവും പാടില്ല. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ അടുത്തത് വരും, കുഴപ്പമില്ല, നമുക്ക് ഇത് ഓവർകം ചെയ്യാം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, എവറിത്തിങ് ഈസ് ഓക്കെ. ഓക്കെ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടി നടക്കുന്നുണ്ട് എന്ന വിശ്വാസം വയ്ക്കാം. സ്പിരിച്വൽ ടീച്ചർ, യുവർ ലൈഫ് പർപ്പസ് ഇൻവോൾവ്സ് ടീച്ചിങ് അതേഴ്സ് അബൌട്ട് ഹീലിംഗ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഓക്കെ, ചിലവർ നിങ്ങൾ നമ്മൾ വേദനകൾ അനുഭവിക്കുമ്പോൾ ആണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്, അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നത്, എങ്ങനെയാണ് ആ വേദനയിൽ നിന്ന് പുറത്തു വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവനവനെ ഹീൽ ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കൂടി അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതാണ് നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് എന്നാണ് പറയുന്നത്. ചിലവർ സ്പിരിച്വൽ ടീച്ചേഴ്സൊക്കെ ആവാനുള്ള സാധ്യതയാണ്. ആൻഡ് ട്രാവൽ ഉണ്ട് ഇവിടെ. ചിലവർക്ക് യാത്രകൾ വേണ്ടി വരും എന്ന് പറയാം. ഒരു യാത്ര വരുന്നുണ്ടാവും, അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റും എന്നാണ് പറയുന്നത്. സോ ഈ യാത്ര ചിലപ്പോൾ ഒരു ലിറ്ററൽ നമ്മൾ ട്രാവൽ ആവണമെന്നില്ല, ജോലിക്ക് വേണ്ടി സ്ഥലം മാറും, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വെറുതെ ഒരു യാത്ര പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത യാത്ര എന്നുകൂടി പറയാം. പക്ഷെ ഇവിടെ കൂടുതലും ഐ തിങ്ക് ഒരു യാത്ര എന്ന് തന്നെ എടുക്കാം നമുക്ക്. അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടും. ആ എക്സ്പീരിയൻസസ് നിങ്ങളെ കുറച്ചുകൂടി പഠിപ്പിക്കും ചില കാര്യങ്ങൾ. ഓക്കെ, ലെറ്റ് ഗോ. As you surrender the need to control, your relaxed energy rapidly attracts your desires. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു കാര്യം തന്നെ വേണം എന്ന് പറഞ്ഞ് ഷടിച്ച് നമ്മൾ അതിന് വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, എന്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മാറ്റം കാണും. ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യുക. നിങ്ങൾ ഒരു കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കേണ്ട, എനിക്ക് തന്നെ വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യം നടന്നാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദുഃഖങ്ങൾ വരും, അത് കൂടുതൽ വരും. ഓക്കെ, സോ എന്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് എന്ന് പറയൂ. എനിക്ക് ദുഃഖങ്ങൾ തന്നാൽ പോലും ഞാൻ ഹാപ്പിയാണ് എന്ന് പറയൂ, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് കാണും. എനിക്ക് ഒരു ബർത്ത്ഡേ വരുന്നുണ്ട്, ആർക്കൊക്കെയോ ബർത്ത്ഡേസ് ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ബർത്ത്ഡേ ഹോൾഡ്സ് ദ ആൻസേഴ്സ് ടു യുവർ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ദിവസം, ഓക്കെ, അത് അടുത്തന്നെ വരുന്ന ബർത്ത്ഡേസിനെ കുറിച്ചായിരിക്കാം ഇത് പറയുന്നത്. ഈ അടുത്ത് ആർക്കെങ്കിലും ബർത്ത്ഡേസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബർത്ത്ഡേ ദിവസം ചില ആൻസർ കിട്ടും എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടാനുള്ള സാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച എന്തെങ്കിലും ക്വസ്റ്റിന് ഒരു ആൻസർ നിങ്ങൾക്ക് ആ ദിവസം മനസ്സിലാവും എന്നായിരിക്കാം. ലവ് ലൈഫ്, ദ ബേസിസ് ലവ് ലൈഫ് എന്നും പറയാം, ലവ് ലൈഫ് എന്നാണ് ഞാൻ വായിച്ചത്. ഓക്കെ, ദ ബേസിസ് ഓഫ് യുവർ ക്വസ്റ്റ്യൻ ഇൻവോൾവ്സ് യുവർ റൊമാൻറ്റിക് ലൈഫ് വിച്ച് ഇസ് നൗ ചേഞ്ചിങ് ഫോർ ദ ബെറ്റർ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ളതെങ്കിൽ അത് ബെറ്റർ ആവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേ ബി ബർത്ത്ഡേ ദിവസം വല്ല ഗിഫ്റ്റൊക്കെ കിട്ടുമായിരിക്കും, അല്ലേ? ഓക്കെ, ആക്ച്വലി ഇത് ഞാൻ വായിച്ചത് ലവ് ലൈഫ് എന്ന് ഒറ്റ വാക്ക്, ഒരു ഇതാണ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്സ് എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് എന്ന രീതിയിലാണ് ഇത് പറയുന്നത്. പക്ഷെ ഞാൻ വായിച്ചത് ലവ് ലൈഫ് എന്നാണ്. അപ്പോൾ അതും കറക്റ്റാണ്. നിങ്ങൾ ജീവിതത്തിനെ സ്നേഹിക്കുക. ഓക്കെ, അതൊരു പോയിന്റ് അല്ലേ? നിങ്ങൾ ജീവിതത്തിനെ സ്നേഹിക്കുക. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. സെലിബ്രേഷനൊക്കെ ചെയ്യൂ. ബർത്ത്ഡേ വരുന്നുണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യൂ. എന്താവും എന്നൊന്നും ആലോചിക്കേണ്ട, സുഖമായിട്ട് എൻജോയ് ചെയ്യൂ. ഇമോഷണൽ ഹീലിംഗ്, ആസ് യുവർ ഹാർട്ട് ഹീൽസ് ഓഫ് ഓൾഡ് ഇമോഷണൽ പെയിൻ യു റിസീവ് ന്യൂ ബ്ലെസ്സിങ്സ് ആൻഡ് ലവ്. നിങ്ങൾ ഹാർട്ടിനെ ഹീൽ ചെയ്യുക. ഓക്കെ, ഹാർട്ട് ഹീലിംഗ് ചെയ്യുക എന്ന് വെച്ചാൽ ലെറ്റ് ഗോ ചെയ്യുക, ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങൾ ഇമോഷണലി നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്ത് വിടുക. അതിന് റൈറ്റിംഗ് ആൻഡ് ബേണിംഗ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ എഴുതിയിട്ട് ലെറ്ററായിട്ട് എഴുതി നിങ്ങൾക്ക് ബേൺ ചെയ്ത് കളയാം. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കരയുന്നതിൽ തെറ്റില്ല. ആക്ച്വലി കരച്ചിൽ ആവശ്യമാണ്, കാരണം കരയുമ്പോഴാണ് നമ്മുടെ ഹാർട്ടിൽ ആ ഒരു വേദനകൾ റിലീസായി പോകുന്നത്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ വേദനിപ്പിക്കും. ഓക്കെ, ചിലപ്പോൾ കരയേണ്ടത് ആവശ്യമാണ്, അപ്പോൾ ഒന്ന് തുറന്ന് കരയുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പക്ഷെ അവിടുന്ന് ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് ഓക്കെ, ഞാൻ എല്ലാം എൻ്റെ കരഞ്ഞ് ഞാൻ റിലീസ് ചെയ്തു, ഞാനിപ്പോൾ ഫ്രീ മൈൻഡാണ്, ഇനി എനിക്ക് എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സിൻ്റെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.